ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, 2023 വർഷത്തിലെ മികച്ചെന്ന് തോന്നിയിട്ടുള്ള തമിഴ് സിനിമകളെ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും ഈ ഒരു സിനിമകളെല്ലാം തന്നെ മികച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കുറച്ചധികം പോരായ്മകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ഒരു സിനിമ അങ്ങോട്ട് 100% പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കില്ലല്ലോ. സോ 2023 വർഷത്തിലെ മികച്ച മലയാള സിനിമകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. സോ വെൽക്കം ടു സ്റ്റീവ്സ് വ്യൂസ്, ഇറ്റ്സ് മീ സ്റ്റീവിൻ. മികച്ച തമിഴ് സിനിമകളിലെ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് വെങ്കി അൾട്ടൂരി സംവിധാനം ചെയ്ത് ധനുഷ്, സംയുക്ത മേനോനൊക്കെ പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്ന വാത്തി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഗവൺമെൻറ് സ്കൂളിലോട്ട് വരുന്ന ഒരു യുവ അധ്യാപകൻ അവിടെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തുടർന്നുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ, വിദ്യാഭ്യാസം കച്ചവടമാക്കാൻ ശ്രമിക്കുന്ന ഒരു വശത്ത് തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ കാണിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷണൽ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടൊരു ഫിലിമായിട്ടാണ് വാത്തി എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം പോരായ്മകളൊക്കെ സിനിമയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അതൊന്നും കാര്യമായിട്ട് അങ്ങോട്ട് ബാധിക്കുന്നില്ല എന്നാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഗണേഷ് കെ ബാബു സംവിധാനം ചെയ്ത് കെവിൻ, അപർണദാസ്, VTV ഗണേഷ്, ഭാഗ്യരാജ് ഒക്കെ പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്ന ഡാഡ എന്ന് പറഞ്ഞ സിനിമയാണ്. കോളേജിലായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വിദ്യാർത്ഥിനി ഗർഭിണിയാവുന്നു. ഒരു പ്രണയത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് തുറന്ന് അവർ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിക്കുന്നു. തുടർന്ന് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അവർ സെപ്പറേറ്റ് ആവുന്നതും ഒരു സിംഗിൾ പാരൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വരച്ച് കാണിക്കുന്ന ഒരു നല്ലൊരു സിനിമയായിട്ടാണ് ഡാഡ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും കണ്ടു നോക്കി നോക്കുക. സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് വെട്രിമാരൻ സംവിധാനം ചെയ്തിട്ടുള്ള വിടുതലെ പാർട്ട് 1 ആണ്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് സൂരി, ഭവാനി ശ്രീ, വിജയ് സേതുപതി, ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങിയവരൊക്കെയാണ്. സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിൽ മൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനൊക്കെ തുടങ്ങുകയാണ്. ഗവൺമെൻറ് ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തമിഴ് മക്കൾ സംഘം ഇതിനെതിരെ പോരാടുന്നു. അവിടേക്ക് വരുന്ന ഒരു ഡ്രൈവർ കഥാപാത്രമായിട്ടാണ് സൂര്യയൊക്കെ വരുന്നത്. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഒരു സ്ലോ ബേണിംഗ് ക്രൈം ഡ്രാമയായിട്ടാണ് വിടുതലെ പാർട്ട് 1 എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സൂര്യയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കും. സിനിമ C5 അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നാലാമത്തെ സിനിമ എന്ന് പറയുന്നത് R മന്ദിരമൂർത്തി സംവിധാനം ചെയ്തിട്ടുള്ള അയോധ്യ എന്ന് പറഞ്ഞ സിനിമയാണ്. സോ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ സിനിമയെ പറ്റി പറയുന്നത്. ഒരു ഇൻസ്പയർഡ് ഫ്രം ട്രൂ സ്റ്റോറിയാണ്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശശികുമാർ, പ്രീതി അസ്രാണി, യശ്പാൽ ശർമ്മ തുടങ്ങിയവരൊക്കെയാണ്. അയോധ്യയിലുള്ള ഒരു കുടുംബം, 2 മക്കളൊക്കെ അടങ്ങുന്ന ഒരു ഫാമിലിയാണ്. അവർ രാമേശ്വരത്തേക്കുള്ള തീർത്ഥാടന യാത്രയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. വളരെ ഇമോഷണലി വളരെ കണക്റ്റ് ആവുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമ C5 അവൈലബിൾ ആണ്. മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അഞ്ചാമത്തെ സിനിമ എന്ന് പറയുന്നത് മണിരത്നം സംവിധാനം ചെയ്തിട്ടുള്ള പൊന്നിയിൻ സെൽവൻ പാർട്ട് 2 ആണ്. കമ്പാരിറ്റീവ്ലി പൊന്നിയിൻ സെൽവൻ പാർട്ട് 1 ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പൊന്നിയിൻ സെൽവൻ പാർട്ട് 1 കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊന്നിയിൻ സെൽവൻ പാർട്ട് 2 ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വിക്രം, ജയം രവി, തൃഷ, ഐശ്വര്യ റായ് തുടങ്ങിയവരൊക്കെയാണ്. സോ പ്ലോട്ടും കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത്യാവശ്യം ചർച്ചാ വിഷയമായിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു പൊന്നിയിൻ സെൽവൻ പാർട്ട് 2 എന്നുള്ളത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PS1 കണ്ടതിന് ശേഷം PS2 കാണാനായിട്ട് ശ്രമിക്കുക. സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ആറാമത്തെ സിനിമ എന്ന് പറയുന്നത് വിനായക് ചന്ദ്രശേഖർ സംവിധാനം ചെയ്തിട്ടുള്ള ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഫീൽ ഗുഡ് കോമഡി മോഡിലുള്ള ഒരു സിനിമയായിട്ടാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് K മണികണ്ഠൻ, മീത രഘുനാഥ്, രമേഷ് തെലക് തുടങ്ങിയവരൊക്കെയാണ്. സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കൂർക്കം വരെയുള്ള മോഹൻ ഒരു IT ഫേമിൽ വർക്ക് ചെയ്യാണ്. സോ മോട്ടോർ മോഹൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അനു എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടി വിവാഹത്തിലെത്തുന്നു. തുടർന്ന് അവരുടെ ജീവിതത്തിൽ കൂർക്കൻ വലി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് സോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്ന എഫേർട്സുകൾ, കാര്യങ്ങൾ, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന നല്ലൊരു ഇമോഷണൽ ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഏഴാമത്തെ സിനിമ എന്ന് പറയുന്നത് വിഘ്നേഷ് രാജ സംവിധാനം ചെയ്തിട്ടുള്ള പോർതൊഴിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ശരത് കുമാർ, അശോക് സെൽവൻ, നിഖില വിമൽ തുടങ്ങിയവരൊക്കെയാണ്. സോ യൂഷ്വലായിട്ട് കണ്ടുവരുന്ന ഒരു സീരിയൽ കില്ലറെ അന്വേഷിച്ചു പോകുന്ന ഒരു കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ട് അനുഭവപ്പെട്ടു. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന നല്ലൊരു സിനിമയായിട്ടാണ് പോർതൊഴിൽ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമ സോണി ലൈവിൽ അവൈലബിൾ ആണ്. എട്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് മാരി സെൽവരാജ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന മാമൻ എന്ന് പറഞ്ഞ സിനിമയാണ്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് വടിവേലു, ഫഹദ് ഫാസിൽ, കീർത്തി സുരേഷ്, ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയവരൊക്കെയാണ്. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ബേസ് ചെയ്തിട്ടുള്ള നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു വടിവേലുവിൻ്റെ ഒരു മികച്ച കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഒമ്പതാമത്തെ സിനിമ എന്ന് പറയുന്നത് മഡോണ അശ്വിൻ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന മാവീരൻ എന്ന് പറഞ്ഞ സിനിമയാണ്. പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ശിവകാർത്തികേയൻ, അതിഥി ശങ്കർ, യോഗി ബാബു, സരിത, മിഷ്കിൻ, സുനിൽ തുടങ്ങിയവരൊക്കെയാണ്.
ഒരു കോമിക് സീരീസ് എഴുതുന്ന ഒരു ഭീരുവായിട്ടുള്ള ഒരു നായകൻ പിന്നീട് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നു. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു ഫാൻറ്റസി ത്രില്ലർ മൂവി ആയിട്ടാണ് മാവീരൻ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന് വേണമെങ്കിലും പറയാനായിട്ട് പറ്റും. ശിവകാർത്തികേയൻ്റെ നല്ലൊരു പെർഫോമൻസ് തന്നെ കാണാവുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിഷ്കിൻ്റെയും നല്ല പെർഫോമൻസ് ഒക്കെ സിനിമയിലുണ്ടായിരുന്നു. സോ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. 10ാമത്തെ സിനിമ എന്ന് പറയുന്നത് നെൽസൺ സംവിധാനം ചെയ്ത് രജനികാന്ത് പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്ന സിനിമയാണ് ജയിലർ എന്ന് പറയുന്നത്. ഗംഭീര മാസ് ആക്ഷൻ സിനിമയായിട്ടാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ശിവരാജ് കുമാർ, നമ്മുടെ ലാലേട്ടനൊക്കെ ഒരു വേഷമൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറിനെ ഏത് തരത്തിൽ യൂസ് ചെയ്ത് നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണം എന്ന് കാണിക്കുന്ന നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് ജയിലർ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാ ടെക്നിക്കൽ മേഖലകളിലും തന്നെ വളരെയധികം മികച്ചതായിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് കൂടിയിട്ടാണ് ജയിലർ എന്ന് പറഞ്ഞ സിനിമ തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. 11ാമത്തെ സിനിമ എന്ന് പറയുന്നത് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ജിഗർദണ്ഡ XXL എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ജിഗർദണ്ഡ എന്ന് പറയുന്ന സിനിമ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയുടെ ഒരു സ്പിരിച്വൽ പാർട്ടാണെന്നൊക്കെ വേണമെങ്കിൽ, സ്പിരിച്വൽ സക്സസർ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. രാഘവ ലോറൻസ്, നിമിഷ സജയൻ, SJ സൂര്യ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാഘവ ലോറൻസിന്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ഈ ഒരു സിനിമയിലോട്ട് കാണാനായിട്ട് സാധിക്കും. സിനിമയുടെ ഫസ്റ്റ് പാർട്ട് വരെ ഒരു ത്രില്ലർ മോഡലിൽ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയാണ് സിനിമ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ സിനിമയുടെ ജോണർ തന്നെ അങ്ങോട്ട് മാറി വേറൊരു തലത്തിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തിൽ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ടോപ്പ് 3യിൽ നിൽക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റുന്ന നല്ലൊരു മികച്ച തമിഴ് സിനിമയായിട്ട് തന്നെയാണ് ജിഗർദണ്ഡ XXL എന്ന് പറയുന്ന സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ സിനിമ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. 12ാമത്തെ സിനിമ എന്ന് പറയുന്നത് യുവരാജ് ദയാലാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഇരിഗ പാട്ടർ എന്ന് പറഞ്ഞ സിനിമയാണ്. സോ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണ് ഇരിഗ പാട്ടർ എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഒരു 3 കപ്പിൾസിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്ന നല്ല ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് ഇരിഗ പാട്ടർ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സാനിയ അയ്യപ്പൻ്റെ ഒക്കെ ഒരു ഗംഭീര പ്രകടനമൊക്കെ ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധ, വിക്രം പ്രഭു ഒക്കെ ഇതിൽ പ്രധാന വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. സോ കണ്ടു നോക്കാവുന്ന നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് ഇരിഗ പാട്ടർ എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കി നോക്കുക. 13ാമത്തെ സിനിമ എന്ന് പറയുന്നത് രാംകുമാർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന പാർക്കിംഗ് എന്ന് പറഞ്ഞ മൂവിയാണ്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട മൂവി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയും റെക്കമെൻഡ് ചെയ്യുന്നത്. MS ഭാസ്കർ, ഹരീഷ് കല്യാൺ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 അയൽക്കാർ തമ്മിലുള്ള പ്രശ്നം ഒരു ഈഗോയിലേക്ക് എത്തുന്നതും അതിൻ്റെ പരിണിത ഫലമൊക്കെയാണ് സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഒരു പാർക്കിംഗ് സ്പേസിനെ പറ്റിയിട്ടാണ് സിമ്പിളായിട്ട് കഥ ചർച്ച ചെയ്യുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2 ജനറേഷനിലുള്ള ആളുകളുടെ കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ചു പോകുന്ന നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു മൂവി കൂടിയാണ് മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞ സിനിമ. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ പറയില്ല, കാരണം എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കില്ല. ടൈം ട്രാവലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. SJ സൂര്യയുടെയും വിശാലും ചേർന്നുള്ള നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് മാർക്ക് ആൻ്റണി എന്ന് പറയുന്നത്. സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ദ 15th മൂവി എന്ന് പറയുന്നത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് വിജയ് പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്ന സിനിമയായിരുന്നു ലിയോ എന്ന് പറയുന്നത്. LCU പിന്നോട്ടും വിജയ് മുന്നോട്ടും എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് ലിയോ എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യത്തെ കാഴ്ചയിൽ ഒരു ആവറേജ് അനുഭവം മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാഴ്ചയിലോട്ട് എത്തിയപ്പോൾ കുറച്ചും കൂടി സിനിമ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ സമ്മാനിക്കുന്ന നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് ലിയോ എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കുറേ പേർക്ക് സമ്മിശ്ര അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഞാൻ ലാസ്റ്റിലോട്ട് ഇട്ടിട്ടുള്ളത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് വാച്ചിൽ എനിക്ക് നല്ലൊരു രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു സിനിമയ്ക്കും ഒരുപാട് പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള വിഷ്വൽസും ആക്ഷൻസും അടങ്ങുന്ന നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് ലിയോ എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ലിയോ എന്ന് പറഞ്ഞ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. ഇതൊരു LCU ബേസ്ഡ് മൂവി ആയതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഖൈദി, വിക്രമൊക്കെ കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ 15 സിനിമകളാണ് എനിക്ക് കഴിഞ്ഞ വർഷത്തിൽ മികച്ചതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന തമിഴ് സിനിമകൾ. സോ ഞാൻ ഏതെങ്കിലും സിനിമകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണാൻ വരേക്കും ഗുഡ് ബൈ.